നരേന്ദ്രമോദിയോടോ അമിത്ഷായോടോ അത് അങ്ങനെ ഒരു ഡീല് പറയാവുന്ന കേരളത്തിലെ ഒരേ ഒരാൾ രാജീവ് ചന്ദ്രശേഖരനല്ല, സഖാവ് പിണറായി വിജയനാണ്. ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുന്നു. MAVവിനൊക്കെ വെല്ലുവിളിക്കുന്നത് കുറച്ച് അധികം കടന്ന ഇതാവും. ഇവിടെയുള്ള ഏതെങ്കിലും ലോക്കൽ സഖാവ് വന്നാൽ മതി. വേങ്ങരയിൽ സ്റ്റേജ് ഞാൻ കെട്ടാം, എൻ്റെ പൈസ, എൻ്റെ ചിലവിൽ. അവർ ഏതെങ്കിലും ഒരു മതത്തെ KM ഷാജി തെറ്റായി പരാമർശിച്ച ഒരു വാക്ക് അത് കാണിച്ചെന്നാൽ ഞാൻ ഈ പണിയെ നിർത്തും. വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ KM ഷാജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്കാണ് കിടക്കുന്നത്. എങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ? ഉഷാറായിട്ട് പോകണു. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ചെറിയ സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടുതൽ സംവിധാനങ്ങളുള്ളൊരു കാലത്ത് ഈ വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് ടൈം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ഒരു തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് നന്നായി എന്നുള്ള അഭിപ്രായം എനിക്കുള്ള അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അതാണ് പറഞ്ഞ സമയനഷ്ടം, പണനഷ്ടം, ഇതൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. എത്തിയോ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട്? എല്ലായിടത്തും ഏകദേശം പിന്നെ ഒരു മൂന്നാമത്തെ റൗണ്ടിലേക്കാണ് സ്ഥാനാർത്ഥി നിലയ്ക്ക് നമ്മൾ പോകുന്നത്. പബ്ലിക് പ്രചരണത്തിലേക്ക് വന്നു കഴിഞ്ഞു. എല്ലാവരും പേഴ്സണലി പോയി കാണുന്നു, കടകളൊക്കെ എല്ലാവരെയും സന്ദർശിക്കുന്നു, വ്യത്യസ്ത ഗ്രൂപ്പുകളുമായിട്ടുള്ള സിറ്റിങ്ങുകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് പരസ്യ പ്രചാരണം എന്ന് വെച്ചാൽ ഒരു ഇളക്കി മറിക്കുക എന്നുള്ള സാധാരണ ഒരു പ്രചരണം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു. മണ്ഡലം നേരത്തെ കോൺഗ്രസ് മലപ്പുറത്ത് ആരോപണം ഉന്നയിച്ചിരുന്ന 2 മണ്ഡലങ്ങൾ STP ആയിട്ട് LDF ഡീലുണ്ടെന്ന് പറയുന്ന 2 മണ്ഡലങ്ങളിലൊന്നാണ് വേങ്ങര. സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇവിടെയുള്ള LDFും STPയുമായിട്ടൊരു ധാരണയുണ്ടെന്ന്? അല്ല, ഈ SDPI LDF ധാരണ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ അതിൽ സത്യത്തിൽ വേങ്ങരയിൽ CPMനെ SDPI ട്രാപ്പ് ചെയ്യാണ് ചെയ്ത് അവർ കുടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു അബദ്ധത്തിൽ CPM പോയി പെടാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു പരസ്യമായി ഈ ധാരണ. കാരണം SDPIയുടെ എല്ലാ സ്ഥലത്തുള്ള ചിഹ്നം തന്നെ ഇവിടെയും ചിഹ്നം വന്നു. അവിടെ അത് മാറ്റാമല്ലോ. അപ്പോൾ സ്ഥാനാർത്ഥി പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചത് ഫുട്ബോളായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഫുട്ബോൾ ചോദിച്ചു, അങ്ങനെ ഇത് സൂപ്പർ മാർക്കറ്റൊന്നും അല്ലല്ലോ. ഇതിനൊരു കണക്കുണ്ടല്ലോ. ഇന്നെന്താ ചിഹ്നങ്ങളെ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുള്ളൂ. നമ്മൾ വിചാരിച്ച ചിഹ്നമൊന്നും കിട്ടില്ല. പക്ഷേ ഇത് വളരെ ബുദ്ധിപരമായി SDPI ഡിക്ലെയർ ചെയ്യിച്ചു ഇടതുപക്ഷത്തിനെ കൊണ്ട്. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ്ക്ക് പോലും ഇന്നലെ തള്ളിപ്പറയാൻ എന്താ ഞങ്ങൾ വാങ്ങിയാൽ എന്താ കുഴപ്പം, ഞങ്ങളെന്തിനാ വേണ്ടാന്ന് പറയേണ്ടതെന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ ട്രാപ്പ് ചെയ്തു. ഇനിയിപ്പോൾ അവർക്ക് നിവൃത്തിയൊന്നുമില്ല. അടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു സംഘടനയായിരുന്നു CPM എന്ന് പറയുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ രീതിയൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് താങ്കൾ വിലയിരുത്തുന്നത്? താങ്കൾ ഈ വിഷയത്തിലൊക്കെ തന്നെ നേരത്തെ ദീർഘമായിട്ട് പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, അതിൽ ഒറ്റ കാര്യമുള്ളൂ. SDPയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വല്ലാത്ത പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ ഒരു തലയില്ലാത്ത തെങ്ങുമ്മ കയറുക എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ പറയാറ്. അതിനൊരു സുപ്രീം തീരുമാനങ്ങൾ എടുക്കാവുന്ന ആളുകളൊക്കെ ജയിലിലാണ്. നിർഭാഗ്യകരമായ കാര്യമാണ്. ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ് ഇതൊന്നും ഇന്ത്യ പോലത്തെ ഒരു സെക്യുലർ രാജ്യത്ത് പാടില്ല നമ്മൾ പറഞ്ഞാൽ. പക്ഷെ അവർ പെട്ടുകിടക്കുകയാണ്. അവർക്ക് രക്ഷപ്പെടാവുന്ന ഏക മാർഗം നരേന്ദ്രമോദി, അമിത്ഷായാണ്. നരേന്ദ്രമോദിയോടോ അമിത്ഷായോടോ അത് അങ്ങനെ ഒരു ഡീല് പറയാവുന്ന കേരളത്തിലെ ഒരേ ഒരാൾ രാജീവ് ചന്ദ്രശേഖരനല്ല, സഖാവ് പിണറായി വിജയനാണ്. പിണറായി വിജയനാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറയുന്നത് മൂപ്പരുടെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം സാമ്പത്തികമായ ഉള്ള പ്രശ്നമൊന്നുമല്ല. അയാളുടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പെടാൻ പോകുന്ന കേസുകളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ സഖാവ് പിണറായി വിജയൻ നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ എന്ത് വൃത്തികേട് കാണിച്ചാലും, ഈ ഏത് മോശപ്പെട്ട വഴികളിലൂടെ പോയാലും അധികാരം എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഡീൽ SDPI ആയിട്ട് അദ്ദേഹം ഉറപ്പിച്ചു എന്നാണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം. നാളെ അത് പറയുന്നത് SDPIയുടെ ജയിലിലായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പുറത്തിറക്കി സഹായിക്കാൻ പാകത്തിലുള്ളൊരു കാര്യം CPMും SDPIക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവുന്നുള്ളതാണോ? അല്ല, അങ്ങനെ ഉറപ്പ് കൊടുത്തു എന്നുള്ളതൊന്നല്ല. അതൊക്കെ പിന്നെ നമുക്കിങ്ങനെ അങ്ങനെ പറയേണ്ട കാര്യം നമ്മൾ ഇതിനെക്കുറിച്ച് അത്രത്തോളം പിന്നെ അറിവ് വേണം. അല്ലെങ്കിൽ എന്താണ് CPMനെ ന്യായീകരിക്കാൻ SDPIയുടെ കയ്യിലുള്ളത്? എനിക്ക് നിങ്ങളോട് ചോദിക്കാമല്ലോ. SDPI CPM തമ്മിലൊരു ധാരണ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ മീഡിയക്കാർക്കും സംശയമില്ലല്ലോ. ഉറപ്പാണ്. കാരണം ഗോവിന്ദൻ മാഷിയുടെ സ്റ്റേറ്റ്മെൻറ്റോട് കൂടി അത് ഡിക്ലെയർഡാണ്, അംഗീകരിച്ചു. രണ്ടാമത് പിണറായി വിജയൻ ആരെ കയറിയും ചീത്ത വിളിക്കുന്ന അദ്ദേഹം SDPIയുടെ വിഷയം വരും മാത്രം മൗനിയാവുന്നത് ഇത് ക്ലിയറാണ്. എന്തിൻ്റെ പേരിൽ? വേറെന്താ ഡീല്? വേറെന്താ പണം കൊടുത്തിട്ട് നമ്മൾ പറയണം? അത് വളരെ ചെറിയ കാര്യമല്ലേ? അതൊന്നും അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല. കേരളത്തിൽ നിന്ന് SDPIയുടെ കേസുകൾ ഒഴിവാക്കി കൊടുക്കാം. എന്ത് കേസാണ് കേരളത്തിൽ അതിനകത്തുള്ളത്? സാധാരണ എല്ലാ പാർട്ടികൾക്കുള്ള പോലത്തെ കേസുകൾ SDPIക്ക് കേരളത്തിലുള്ളൂ. SDPIയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പ്രശ്നമാണ്, ഒരു അസ്തിത്വ പ്രശ്നമാണ് അവർ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലടക്കം പിന്നെ അവർ രാഷ്ട്രീയ സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ മുമ്പിൽ തലവേദന ഈ NIA കേസാണ്. ആ NIA കേസല്ലാത്ത ഒരു വീക്ക്നെസ്സും സത്യം പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ധാരണ ഏതാണ്?
പേരാമ്പ്രയിലേക്ക് ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് വിവാദം പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുണ്ട്. LDF അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നുണ്ട്. അത് യാദൃശ്ചികമാണെന്ന് തോന്നുന്നുണ്ടോ? LDF തള്ളിക്കളയുന്നു എന്നത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളത്. പക്ഷേ ചെയ്തത് അവർ തന്നെയാണ്. കാരണം ഈ ഇതിനകത്തൊരു വിക്ടിമായ ഒരാളാണ് ഞാൻ. സുപ്രീം കോടതി ഇപ്പം രക്ഷപ്പെട്ടു വന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു കള്ളക്കേസാണ് എനിക്കെതിരെ അവരുണ്ടാക്കിയത്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പറയാത്ത ഒരു തോന്നിവാസമാണ് യഥാർത്ഥത്തിൽ പിന്നെ നികേഷ് കുമാർ എനിക്കെതിരെ അന്ന് ഉന്നയിച്ചിരുന്നത്. പിന്നെ എന്താ സിറാത്ത് പോലെ എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ലാംഗ്വേജ് പോലും ഒരു മുസ്ലിമിൻ്റെ ലാംഗ്വേജ് ആയിരുന്നില്ല. എന്നിട്ട് പോലും എന്നെ ആക്ഷേപിക്കാൻ ശ്രമം നടത്തി. പിന്നീട് പിന്നെ ഇവിടെ ഷാഫിയുടെ തെരഞ്ഞെടുപ്പിൽ വേറൊരു ഇഷ്യൂ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പുകളിൽ താൽക്കാലികമായി ജയിച്ചു വരാവുന്ന തന്ത്രങ്ങൾക്കപ്പുറത്ത് അടിസ്ഥാനപരമായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ CPM എടുക്കുന്ന സമയം വളരെ മോശം തന്നെയാണ്. അതുകൊണ്ട് ഇത് ആ മുദ്രാവാക്യം അവർ വിളിച്ചതൊക്കെ തന്നെയാണ്, അനൗൺസ്മെൻറ്റ് അവർ നടത്തിയതാണ്. പക്ഷേ അവർ തിരിച്ചറിഞ്ഞല്ലോ, എന്തു പറഞ്ഞാലും അത് ശരിയായല്ല, ഞങ്ങളല്ല എന്ന് പറയുന്നത് അതെങ്കിലും മാനിക്കണം. അതായിരിക്കും വടകര ഒരു പാഠമായതുകൊണ്ടായിരിക്കും ശരിക്കും. CPM ജനറൽ സെക്രട്ടറി മലപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ട സമയത്ത് MA ബേബി അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ താങ്കൾ നേരത്തെ നടത്തിയ പ്രസംഗം മതമല്ല എന്ന് പറയുന്ന ആ പ്രസംഗം ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോഴും വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത്. അതിലെന്താണ് ഒരു മറുപടി? അതിലൊരു മറുപടിയില്ല. അതിലൊരു മറുപടി എന്ന് വെച്ചാൽ SDP-യുടെ വലയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ ഇനി അതേ നിവൃത്തിയുള്ളൂ ഞാൻ. എൻ്റെ അതിൽ ഏറ്റവും ക്ലാരിറ്റിയുള്ള മറുപടിയുണ്ട്. ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുന്നു. MA ബേബിനൊക്കെ വെല്ലുവിളിക്കുന്നത് കുറച്ച് അധികം കടന്ന ഇതാവും. ഇവിടെയുള്ള ഏത് ലോക്കൽ സഖാവ് വന്നാൽ മതി. വേങ്ങരയിൽ സ്റ്റേജ് ഞാൻ കെട്ടാം, എൻ്റെ പൈസ, എൻ്റെ ചിലവിൽ. അവർ ഏതെങ്കിലും ഒരു മതത്തെ KM ഷാജി തെറ്റായി പരാമർശിച്ച ഒരു വാക്ക് അത് കാണിച്ചെന്നാൽ ഞാൻ ഈ പണിയെ നിർത്തും. ഈ ഇലക്ഷൻ്റെ പ്രൈം ടൈമിൽ അതന്നെ മറുപടി അതിനകത്ത് വേറെ ഒന്നുമില്ല. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പല വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM നടത്തുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ആ ഭാഷയിൽ തന്നെ അദ്ദേഹം മറുപടി പറയുന്നുമുണ്ട്. മലപ്പുറത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.